welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള പഴമൊന്നും ചേർക്കാത്ത അപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് പല രീതിയിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. മാവിനെ നമുക്ക് എങ്ങനെയൊക്കെ ഓൾട്ടറേഷൻസ് വരുത്താം എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം. അഷ്ടമിരോഹിണി വരികയാണ് തിങ്കളാഴ്ച, അതായത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഫ്രൈഡേ രാത്രിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഷ്ടമിരോഹിണിയാണ്. അപ്പം ഞാൻ എല്ലാ വർഷവും അഷ്ടമിരോഹിണി ഞാൻ ചെറുത് തൊട്ടിട്ട് എൻ്റെ വീട്ടിൽ അഷ്ടമിരോഹിണി ആഘോഷിക്കാറുണ്ട്, പൂജയൊക്കെ ഉണ്ടാവും. അപ്പം കല്യാണം കഴിഞ്ഞ ശേഷം ഞാനും അത് എൻ്റെ വീട്ടിൽ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്ന മെയിൻ സാധനങ്ങളാണ് ഒന്ന് പാൽപ്പായസം, അപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് അഷ്ടമിരോഹിണിക്ക് അപ്പം കാണിച്ചു തരണം എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണ്, എൻ്റെ അമ്മമ്മ ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൽ ഞാൻ പഴമൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ ശരിക്കുള്ള പച്ചരി അരച്ച് ഉണ്ടാക്കുന്ന അപ്പമാണ്. അപ്പം എങ്ങനെയാണ് അപ്പം എന്ന് പറയുന്നത്? ഉണ്ണിയപ്പം കേട്ടോ. അപ്പോൾ പല സ്ഥലത്ത് പലതാണ് വിളിക്കുന്നത്. ഉണ്ണിയപ്പത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പാലക്കാട് സൈഡൊക്കെ ഉണ്ണിയപ്പത്തിന് അപ്പം തന്നെയാണ് പറയുന്നത്, ഉണ്ണിയപ്പം എന്ന് പറയാറില്ല, അപ്പം തന്നെയാണ് പറയുന്നത്. നമ്മൾ സാധാരണ വിളിക്കുന്ന അപ്പത്തിനെ അപ്പം എന്നാണ് കേട്ടോ പറയുന്നത് പാലക്കാട് സൈഡൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്, കാരണം ഇനി ഉണ്ടാക്കാനുള്ളതുകൊണ്ട് വെറുതെ ഉണ്ടാക്കി വെക്കുന്നില്ല നിറയൊന്നും. അപ്പോൾ ഞാനിവിടെ ചെമ്പാ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചെമ്പാ പച്ചരി വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ്. ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്നതാണ്. എന്നിട്ട് ഞാനിതാ ഒരു അരിപ്പയിൽ വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ശർക്കര പാവാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ശർക്കരയിൽ നല്ലോണം കല്ലുണ്ട്. അപ്പം എനിക്ക് ഇപ്രാവശ്യം വാങ്ങിയ ശർക്കരയിൽ മൊത്തം കല്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കുപ്പിയിൽ ഉരുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പത്തിന് അരയ്ക്കുന്ന സമയത്ത് ഇത് മഷി മാതിരി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ റവയെക്കാട്ടിലും കുറച്ചുകൂടെ ചെറിയ തരിയായിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനിത് മിക്സ്ഡ് ജാറിലേക്ക് നമ്മുടെ പച്ചരി, ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്പാ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനിയിപ്പോൾ ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ശർക്കര പനി ഒഴിച്ചിട്ട് ഇത് ഒരു ഇഡ്ഡലി മാവും അല്ല, ദോശമാവിൻ്റെ അത്ര ലൂസാവും വേണ്ട, എന്നാൽ ഇഡ്ഡലി മാവിൻ്റെ അത്ര തിക്നെസ്സും വേണ്ട. എൻ്റെ ഇടയിൽ ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ തരിയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ റവയെക്കാട്ടിലും കുറച്ചുകൂടെ ചെറിയ തരി. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മിക്സിയിൽ അരയ്ക്കണം തന്നെയില്ല, ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. എത്ര അളവ് എന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല, ഞാനൊന്ന് ഒഴിച്ചു നോക്കട്ടെ. കാരണം ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനെപ്പോഴും അതിൻ്റെ കളറ് കണ്ടിട്ടാണ് അറിയുന്നത് എത്ര ശർക്കര വേണം എന്നുള്ളത്. ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പറയാം കേട്ടോ എത്ര വേണമെന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മിക്സിയുടെ ജാറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. 2-3 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, മധുരം അനുസരിച്ചിട്ട്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഞാൻ എടുക്കാൻ പറഞ്ഞ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസി ദോശമാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. ഇതിന് തിന്നായി കഴിഞ്ഞാൽ നമുക്ക് അപ്പം കറക്റ്റായിട്ട് വരില്ല. ഇതൊന്നും ഒരുപാട് തിക്കാവും വേണ്ട, അത്യാവശ്യം നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയണ്ടാവും കറക്റ്റായിട്ടുള്ളതായിരിക്കും, മധുരം കറക്റ്റായിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് അപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ ചെറുപഴമൊന്നും ആഡ് ചെയ്യാത്ത എന്ന് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂട്ടിലേക്ക് ചെറുപഴം ആഡ് ചെയ്ത് കൊടുക്കാം.
ഒരു കുഴപ്പമില്ല. അങ്ങനെ ആഡ് ചെയ്തിട്ടും ചില സമയത്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട്, അമ്മമ്മയും ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാവ് ഒരു 2, 3, 4 മണിക്കൂർ വരെ ഇത് മാവ് നന്നായിട്ട് പുളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മയമുള്ള അപ്പം വരും. അല്ല ഇൻസ്റ്റൻ്റായിട്ട് അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻ്റായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മാവ് വേണമെങ്കിൽ നിങ്ങൾക്ക് 4 മണിക്കൂറും പുളിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും എള്ളും ഇതിലേക്ക് വറുക്കാനുണ്ട്. വറുത്ത് നമ്മുടെ മാവിലേക്ക് ഇടാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും കുറച്ച് എള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇത് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് തേങ്ങാക്കൊത്ത് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് എള്ളും കൂടെ ഒന്ന് വറുത്തിടാനുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യിൽ നമ്മൾ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കടുക് പൊട്ടുന്ന പോലെ ചെറുതായിട്ടൊന്ന് തിരക്കും. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദൂരെ മാറി നിന്നോളൂ, കണ്ടോ തിരക്കുന്നത്. നമ്മുടെ കിച്ചൺ മുഴുവനായിരിക്കുകയാണ്. ഇതും കൂടെ നമ്മുടെ അപ്പം മാവിലേക്ക്, ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കല്ല് വെച്ചിരിക്കുന്നത് ഇറ്റാലിയത്തിൻ്റെയാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള അപ്പത്തിൻ്റെ കല്ല്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ എപ്പോഴും അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. കല്ല് നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേറൊരു കാര്യം പറയാം. എൻ്റെ വീട്ടിൽ അമ്മമ്മ എപ്പോഴും ഉണ്ടാക്കുന്നത് നല്ലെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. നെയ്യ് കുറച്ച് എല്ലാവരും മണത്തിന് വേണ്ടി കുറച്ച് ഒഴിക്കും. ബാക്കി ഫുള്ളായിട്ട് നിറയ്ക്കുന്നത് നല്ലെണ്ണയാണ്. എനിക്ക് ആ ഒരു അപ്പത്തിൻ്റെ കൂടെ നല്ലെണ്ണയുടെ ടേസ്റ്റ് വരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല ടേസ്റ്റ് തോന്നുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് നെയ്യിൽ തന്നെ ചെയ്യാം. ഞാൻ വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ റെക്കമെൻഡും ചെയ്യില്ല വേറെ എണ്ണയൊന്നും. അപ്പോൾ കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വീതം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതിലൊക്കെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ അത് ആ കുഴി നിറയുന്നവരെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ, ഞാനിപ്പോൾ ഏറ്റവും ചെറിയ ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിടുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ ചൂടാവാൻ വയ്ക്കുക. മാവ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കുറച്ച് ഓരോ കുഴികളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഒരു ടേബിൾ സ്പൂണിൻ്റെ നമ്മുടെ ചെറിയ കയ്യിലില്ലേ, കുണ്ടുകയ്യിൽ, അതാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ പത കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ കാണിച്ചു തരാം. ഒന്നുകൂടെ എടുത്തിട്ട് ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് എടുത്തിട്ട് സ്പൂൺ കൊണ്ട് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം എല്ലാ സൈഡും ആയിക്കോളും. ഇപ്പം പെട്ടെന്ന് തന്നെ ആവും, കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും തീ എത്തുകയാണെങ്കിൽ ഒരു 2-3 മിനിറ്റിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഭാഗം ഒരു 2-3 മിനിറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പപ്പടം കുത്തി കൊണ്ട് കുത്തിയിട്ട് നമുക്ക് അപ്പം വാങ്ങാം. അപ്പക്കല്ല് വാങ്ങുമ്പോഴും നല്ല കുഴിയുള്ള അപ്പവും ഇതേപോലെ ചെറിയൊരു വക്കുള്ള അപ്പവും അപ്പക്കല്ലും നോക്കി വാങ്ങുന്നതാണ് കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആ കുഴിയിൽ നല്ലോണം എണ്ണ നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ മാവ് കോഴി ഒഴിക്കുമ്പോൾ എണ്ണ മേലേക്ക് തുളുമ്പും ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും പതഞ്ഞ് പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ അതൊന്ന് നോക്കുക.
അങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്ന കല്ലാണെങ്കിൽ നേരത്തെ തന്നെ നോക്കിയിട്ട് എണ്ണ 3/4 ഭാഗം എങ്ങാനും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കുറേ പ്രാവശ്യം 1-2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. കുട്ടി കുട്ടി ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് നോക്കുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലും ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാനിനി വാങ്ങാൻ പോവുകയാണ്. ഞാൻ വാങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ജസ്റ്റ് ഇതാ, കണ്ടോ, ഇതൊന്ന് വെള്ളം, അതെ എണ്ണ എവിടെ നിന്നാണോ വെള്ളം എന്നുള്ള വാക്ക് വന്നത്. എണ്ണ വാലാൻ വയ്ക്കുക, ഒന്ന് തട്ടിക്കൊടുക്കുക, എക്സ്ട്രാ എണ്ണയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പം അമ്മമ്മയൊക്കെ ചെയ്യുന്നത് എല്ലാം മുഴുവനായിട്ട് ഈ പപ്പടം കുത്തിയിൽ തന്നെ കുത്തിയെടുക്കും. അങ്ങനെ കറക്റ്റായിട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. കണ്ടോ, ഇതുപോലെ കുത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഞാൻ കാണിച്ചത്, അതുകൊണ്ട് കുറച്ച് അപ്പേ നമുക്ക് കിട്ടുള്ളൂ. ഇതിലിപ്പോൾ നമുക്കിപ്പോൾ 7 അപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2 അപ്പത്തിന് കൂടിയുള്ള 1 അപ്പത്തിന് കൂടിയുള്ള മാവുണ്ട്. അപ്പോൾ ഈ ഒരു അരക്കപ്പിൽ എനിക്ക് ഈ ഒരു കല്ലിൻ്റെ കുഴി അനുസരിച്ചിട്ട് എനിക്കിനി മൊത്തം എനിക്കൊരു 8 അപ്പമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഷ്ടമി രോഹിണിക്ക് അല്ലെങ്കിലും അല്ലാതെ നമുക്ക് വെറുതെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.